ചീറ്റപ്പൊലിയിലേക്കും ചീറിപ്പാഞ്ഞു പോകുന്ന മറ്റു ബസ്സുകളിലേക്കും ഒക്കെ നമുക്ക് എത്താം. ആ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്തുന്നതിന് മുൻപ് കൊച്ചിയിലേക്കൊന്ന് പോവാം. ഒരേ ഉടമയുടെ ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടത്തിനിടെയാണ് കഴിഞ്ഞ ദിവസം മുണ്ടംവേലി സ്വദേശിനി മേരി സനിതയ്ക്ക് ജീവൻ നഷ്ടമായത്. അശ്രദ്ധമായ ഡ്രൈവിംഗ് തന്നെയായിരുന്നു ഒരു ജീവൻ പൊലിയാനിടയാക്കിയത്. മേരി സനിതയുടെ കുടുംബത്തിന് എന്താണ് പറയാനുള്ളതെന്ന് ആദ്യം കേൾക്കാം. കൊച്ചിയിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിന്റെ ഒടുവിലെത്തിയരെയാണ് തോപ്പുംപടി മുണ്ടംവേലി സ്വദേശിനി മേരി സനിത. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 മേരി സനിതയും ഭർത്താവും ബൈക്കിൽ സഞ്ചരിക്കവേ അപകടമുണ്ടായത്. സനിതയുടെ കുടുംബാംഗങ്ങളാണ് ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത്. ഡെന്നി ഭർത്താവ്, ഇദ്ദേഹമാണ് അന്ന് ബൈക്ക് ഓടിച്ചിരുന്നത്. എന്താണെന്ന് സംഭവിച്ചത്? ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് സാധനം മേടിച്ചുകൊണ്ട് മേലാവഴി ഇങ്ങനെ കയറി വരുന്നു. അപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ വെച്ച് ഒരു വണ്ടി ഞങ്ങളുടെ മുമ്പിൽ ഓവർടേക്ക് ചെയ്ത് ബസ് സ്റ്റോപ്പിൽ നിർത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പോൾ അത് നിർത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ലെഫ്റ്റ് വഴി കയറിയത് ഒരു വണ്ടി ബാക്ക് വന്നിട്ട് നല്ല സ്പീഡ് കണ്ട് ഞങ്ങൾ വണ്ടിക്കകത്ത് ഇടിക്കുന്നത്. ഞാൻ ഈ നിർത്തിയിട്ട് ബസ്സിൻ്റെ അങ്ങാട് ഞാനും വണ്ടിയും പോയി, വൈഫ് ബാക്കിലായിരുന്നു വെച്ചത്. തീർച്ച ഈ വണ്ടിയുടെ കൂടെ പോയി 100 മീറ്ററോളം വലിച്ചുകൊണ്ടാണ് പോയത്. ഈ അപകടമുണ്ടായ ഉടൻ ഈ ഡ്രൈവർ ഓടി രക്ഷപ്പെടുകയാണോ ചെയ്തത്? ഞങ്ങൾ വണ്ടിയിൽ അടി കിടക്കാനായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ നിന്ന് എടുക്കാൻ നോക്കിയിട്ട് ഡ്രൈവറിനെ കാണാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ച വണ്ടി. ബസ്സിലുണ്ടായ ആൾക്കാരാണ് കംപ്ലീറ്റ് എല്ലാം ഇറങ്ങി ഞങ്ങൾ തള്ളി നോക്കി. എന്നിട്ട് സാധിച്ചു പിന്നെ ഒരാൾ കയറി ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് പിന്നെ എടുത്തത്. ഈ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും ജീവൻ പോയിരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ ആ ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത്. അതെ, ഞാൻ സെൻട്രൽ സ്റ്റേഷനിൽ ഞായറാഴ്ച എന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയായിരുന്നു. അതിൻ്റെ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഫ്രണ്ട് പറഞ്ഞ് കോടതിയിൽ നിന്ന് ഇപ്പോൾ മജിസ്ട്രേറ്റിൽ നിന്ന് ജാമ്യം എടുത്തുകൊണ്ട് പോയെന്നാണ് പറഞ്ഞത്. ഈ ജാമ്യം എടുത്തൊക്കെ പോയതുകൊണ്ടാണ് പിന്നെ ഇതുപോലെയൊക്കെ പിന്നെയും സംഭവിക്കുന്നത്. ഇതൊക്കെ ശരിക്കും റിമാൻഡ് ചെയ്ത് അതിനുള്ള നല്ല നടപടികൾ ചെയ്താൽ മാത്രമേ ഇത് നമുക്ക്, ചെറുപ്പക്കാരൻ പിള്ളേരാണ് ഈ വണ്ടി ഓടിക്കുന്നത് തന്നെ, അവർക്കൊരു നല്ലൊരു ഡ്രൈവിംഗ് തന്നെ കൊടുക്കണമെന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ അവിടെ ബസ് സ്റ്റോപ്പ് ആണ്, അവിടെ നിർത്തേണ്ട സമയമല്ലത്. അപ്പോൾ ഇത്തിരി സ്ലോ ആക്കി വന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് പതിക്കൊന്ന് മുട്ടി ചിലപ്പോൾ താഴ്ത്തി വീണ തന്നെ. അന്ന് അപകടമുണ്ടായ ഉടൻ ആ ബസ്സിലുണ്ടായിരുന്നു രണ്ടാമത്തെ ബസ്സിലുണ്ടായിരുന്നയാൾ ഡെന്നിയോട് ചൂടാകുകയാണ് ചെയ്തതെന്നൊക്കെ കേട്ടു. ചോദിച്ചു, ഇയാൾ നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവൻ്റെ അടുത്ത് എന്താണ് കാണിക്കണമെന്ന് വെച്ചപ്പോൾ അവൻ ഞങ്ങൾ എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ട് റേസാണ് ചെയ്തത്. ഒരേ ഉടമയുടെ 2 ബസ്സുകൾ, സജിമോൻ എന്നു പേരായ 2 ബസ്സുകൾ പരസ്പരം നടത്തിയ മത്സരോട്ടത്തിലാണ് സനിതയുടെ ജീവൻ പോയിരിക്കുന്നത്. ഈ പ്രതികൾക്ക്, ഈ കുറ്റക്കാരാകുന്നവർക്കുള്ള ശിക്ഷ പോരാ എന്ന് തോന്നുന്നുണ്ടോ? അതെ, കാരണം ഈ ബസ്സിൽ തന്നെ മാസത്തിലൊരു 2 പ്രാവശ്യമെങ്കിലും ആക്സിഡൻ്റ് ഇല്ലാതെ പോകാറില്ലെന്നാണ് പറയുന്നത്. കാരണം അവർ അത്രയും സ്പീഡിലാണ് അവരെപ്പോഴും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. യാത്രക്കാരുടെ സേഫ്റ്റി ഒന്നും അവർ നോക്കാറില്ല. ഇപ്പം തന്നെ ഈ സംഭവം നടന്നെന്ന് പറഞ്ഞിട്ട് വലിയൊരു കേസായതാണ്. എന്നിട്ട് ആ പ്രതികളെ ഒരു ദിവസം പോലും കിടത്താതെ ജാമ്യത്തിൽ വിട്ടെന്ന് പറയുമ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ തുടർക്കഥയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കും പേടിയില്ല. ഇത്തരത്തിൽ അപകടം ഉണ്ടാക്കിയാലും ആരെ കൊന്നാലും രക്ഷപ്പെടാമെന്നുള്ളൊരു ഉറപ്പ് ഇവർക്കുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ നമുക്കിപ്പോൾ സംഭവിക്കില്ല. കാരണം ഇതിപ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് ഇതുപോലെ പലതും സംഭവിച്ചു. നമ്മൾ മുമ്പൊക്കെ വാർത്തയിൽ കേട്ടതായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഞങ്ങൾ അനുഭവിച്ചേക്കുക. അപകടത്തിൽ പെട്ട ബസ്സിൽ നിന്നുള്ള ജീവനക്കാർ ഡെന്നിയോട് ചൂടാവുകയായിരുന്നു ഈ സംഭവം നടന്നപ്പോൾ. ഭാര്യയെ ബസ്സിനടിയിൽ നഷ്ടപ്പെട്ട് തകർന്നു നിൽക്കുന്ന ഭർത്താവിനോട് ചൂടാകുമ്പോൾ ഇവരുടെ മാനസികാവസ്ഥ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എല്ലാം ഈ കുടുംബത്തെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് സനിതയായിരുന്നല്ലോ. അതെ, സനിതയായിരുന്നു. സനിത കുട്ടികളെ പഠിപ്പിക്കാൻ അവരവരുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ സനിതയായിരുന്നു. മനസ്സിലായി. ഈ അമ്മ പറയുന്നത് വളരെ വൈകാരികമായിട്ട് തന്നെയാണ്. കുട്ടികളുടെ എല്ലാ കാര്യവും നോക്കിയിരുന്ന കുടുംബത്തിൻ്റെ അത്താണിയായ അമ്മയാണ് 2 മക്കൾക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത്. 10ലും 9ലും പഠിക്കുന്ന 2 മക്കളാണ് സനിതയ്ക്കുള്ളത്. ഈ അപകടം ഇങ്ങനെ തുടർക്കഥയാവാൻ കാരണം നിയമ നടപടി ശക്തമല്ല എന്നുള്ളത് തന്നെയാണ് എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഡെന്നിക്കും കുടുംബാംഗങ്ങൾക്കും ഉള്ളത്. കർശനമായ ശിക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ജാഗ്രത നിരത്തുകളിൽ ഡ്രൈവർമാർ കാണിക്കും എന്നുള്ള കാര്യവും ഇവർ പറയുന്നു. ഏതായാലും അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും ഇത്തരത്തിൽ അനക്കമറ്റു നിൽക്കുകയാണ് നമ്മുടെ നിയമ സംവിധാനങ്ങളെല്ലാം തന്നെ. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.